ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കിന്നവിടെ നല്ലൊരു ഹെൽത്തി ഡ്രിങ്ക്, റീഫ്രഷിങ് ഡ്രിങ്ക് തയ്യാറാക്കുന്നത് നോക്കാം. നല്ല തണുപ്പിച്ചെടുത്ത പാലിലോട്ട് ചവ്വരി കുതിർത്തി വെച്ച് വേവിച്ചെടുത്ത് ചവ്വരി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഞാൻ ആദ്യം തന്നെ വേവിച്ച് വെച്ചതുകൊണ്ടാണ് അത് കട്ട പിടിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളെ കയ്യിൽ ഏതെല്ലാം ഫ്രൂട്ട്സാണുള്ളത് അതെല്ലാം നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉറുമാമ്പഴം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ നമുക്ക് ഉണക്കമുന്തിരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഡ്രൈ ഫ്രൂട്ട്സും ചേർക്കാം കേട്ടോ. പിന്നെ അണ്ടിപ്പരിപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ്സ്, ഈത്തപ്പഴം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിൽ ഒരു വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, 2 വെജിറ്റബിൾ ഞാൻ ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. ഒന്ന് ക്യാരറ്റാണ് കേട്ടോ. പിന്നെ നമുക്ക് സമാമ ഉണ്ടായിരുന്നു, സമാമ ആഡ് ചെയ്ത് കൊടുക്കാം. സമാമിൻ്റെ വെള്ളത്തൊലി പാടില്ല, അതില്ലാതെ തന്നെ നമുക്ക് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാനുണ്ട്. പിന്നെ ഞാനിതിലോട്ട് ബീട്രൂട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ബീട്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഗ്രേറ്റ് ചെയ്തതിന് ശേഷം ഒന്ന് വെള്ളത്തിലിട്ടിട്ട് എടുക്കണം കേട്ടോ. അത് ഓവറായിട്ട് കളറ് നമ്മളെ പാലിൽ മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ, ബീട്രൂട്ട് ആഡ് ചെയ്യുന്നവർ. ഓക്കെ. പിന്നെ റോസ് കളർ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ അവർക്കത് അങ്ങനെ ഗ്രേറ്റ് ചെയ്ത പാടെ തന്നെ നമുക്ക് സ്ട്രോബെറിൻ്റെ കളർ പോലെ ഒരു റോസ് കളർ ഇഷ്ടമാണ് എന്നുണ്ടെങ്കിൽ വെള്ളത്തിലിടാതെ തന്നെ അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഞാൻ അതിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, ഒരു പിഞ്ച് ഉപ്പ്. നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഷുഗറിൻ്റെ പൗഡർ പെട്ടെന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി പാലിൽ തിളപ്പിച്ചിട്ട് ചൂടാറി തണുക്കാൻ വെച്ചപ്പോൾ ഞാനതിൽ പഞ്ചസാര പൊടി ചേർത്തിട്ടാണ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാനിതിൽ പഞ്ചസാര പൊടിച്ചത് ചേർക്കുന്നത് കാണിക്കാഞ്ഞത് കേട്ടോ. ഓക്കെ. അപ്പോൾ അതും കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം കഴിക്കട്ടോ. പിന്നെ ഞാൻ 2 രീതിയിൽ ഞാൻ തയ്യാറാക്കാറുണ്ട്. ഒന്ന് ഒഴിച്ച് കുടിക്കുന്ന രൂപത്തിലും ഒന്ന് നമുക്ക് ഈ സ്പൂണായിട്ട് കോരി കഴിക്കാവുന്ന രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. സ്പൂണായിട്ട് കോരി കഴിക്കുന്ന രൂപത്തിൽ ഞാൻ വ്ളോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഒഴിച്ച് കുടിക്കുന്ന രൂപത്തിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കുന്നതെന്ന് അറിയാം. എന്നാലും ഈ സ്റ്റൈലിൽ ഒരു ക്യാരറ്റും ഒരു ഹാഫ് ക്യാരറ്റും ഒരു ചെറിയ പീസ് ബീട്രൂട്ടൊക്കെ ചേർത്തിട്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി തയ്യാറാക്കി നോക്കണം. നല്ലൊരു റീഫ്രഷിങ് ഡ്രിങ്കാണ്, അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കണം കേട്ടോ. പിന്നെ കസ്റ്റർഡ് ചേർത്തിട്ട് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു തിക്നെസ് ആയിട്ടാണ് നമുക്ക് അത് ഫീൽ ചെയ്യുക. പിന്നെ തിക്നെസ് ആയിട്ടാകുമ്പോൾ നമുക്ക് ദാഹം തീരില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനത് സ്പൂണായിട്ട് കോരി കഴിക്കുന്ന രൂപത്തിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് വെള്ളം പോലെ ആണല്ലോ. അപ്പോൾ വെള്ളം പോലെയുള്ള ജ്യൂസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. കസ്റ്റർഡ് ചേർക്കാതെ ഒന്ന് തയ്യാറാക്കി നോക്കിയാൽ മതി. നല്ല ടേസ്റ്റാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.